ഭരദ്വാജാശ്രമപ്രവേശം. വൈദേഹി തന്നോടു കൂടവേ രാഘവൻ സോദരനോടുമൊരു മൃഗത്തെ കൊന്ന് സദരം ഭുക്ത്വാ സുഖേന വസിച്ചിതു. പാദപമൂലേ തലാഢ്യതൽപസ്ഥലേ മാർത്താണ്ഡദേവനുദിച്ചോരനന്തരം പാർത്ഥിവനർഘ്യാദി നിത്യകർമ്മം ചെയ്തു ചെന്നു ഭരദ്വാജനായ തപോധനൻ തന്നാശ്രമപദത്തിനടുത്താദരാൽ ചിത്തമോദത്തോടിരുന്നോരു നേരത്തു തത്ര കാണായിതൊരു വടു തന്നെയും. അപ്പോൾ അവനോടരുൾ ചെയ്തു രാഘവൻ, ഇപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം. രാമൻ ദശരഥനന്ദനുണ്ട് തൻ ഭാമിനിയോടും അനുജനോടും വന്ന് പാർത്തിരിക്കും നിതുടജാന്തികേ എന്ന വാർത്ത വൈകാതെയുണർത്തിക്ക എന്നപ്പോൾ തപസശ്രേഷ്ഠനോടാ ബ്രഹ്മചാരി ചെന്നാഭോഗ സന്തോഷമോടു ചൊല്ലിടിനാൻ. ആശ്രമോപാന്തേ ദശരഥപുത്രനുണ്ടാശ്രിതവത്സല പാർത്തിരുന്നീടുന്നു. ശ്രുത്വാ ഭരദ്വാജനിദ്ധം സമുദ്ധായ ഹസ്തേ സമാദായ സാർഘ്യവാദ്യാദിയും ഗത്വാ രഘൂത്തമസന്നിധൗ സത്വരം ഭക്ത്യൈവ പൂജയിത്വാ സഹ ലക്ഷ്മണം. ദൃഷ്ട്വാ രമാവരം രാമം ദയാപരം തുഷ്ട്വാ പരമാനന്ദാബ്ധൗ മുഴുകിനാൻ. ദാശരഥിയും ഭരദ്വാജപാദങ്ങളാശു വണങ്ങിനാൻ ഭാര്യാനുജാന്വിതം. ആശീർവചനപൂർവം മുനിപുങ്കവനാശയാനന്ദമിയെന്നരുളി ചെയ്തു. പാദരജസാ പവിത്രയാക്കിയിടു നീ വേദാത്മകാ മമ പർണശാലാമിമാം. യുദ്ധമുക്തോടജമാനീയ സീതയാ സത്യസ്വരൂപം സഹാനുജം സാദരം. പൂജാവിധാനേന പൂജിച്ചുടൻ ഭരദ്വാജ തപോധന ശ്രേഷ്ഠനരുൾ ചെയ്തു. നിന്നോടു സംഘമുണ്ടാക കാരണം ഇന്നു വന്നു തപസ്സാഫല്യമൊക്കവേ. ജ്ഞാതം മയാ തവോദന്തം രഘുപതേ ഭൂതമാഗാമികം വാക്കരുണാനിധേ. ഞാനറിഞ്ഞേൻ പരമാത്മാ ഭവാൻ കാര്യമാനുഷനായിതു മായയാ ഭൂതലേ. ബ്രഹ്മണാ പണ്ടു സംപ്രാർത്ഥിതനാകയാൽ ജന്മമുണ്ടായതു യാതൊന്നിനെന്നതും കാനനവാസാവകാശമുണ്ടായതു ഞാനറിഞ്ഞിടിനേന്നതിനെന്നടോ. ജ്ഞാനദൃഷ്ട്യാ തവ ധ്യാനൈകജാതയാ ജ്ഞാനമൂർത്തേ സകലത്തെയും കണ്ടു ഞാൻ. എന്തിനു ഞാൻ വളരെ പറഞ്ഞിടുന്നു സന്തുഷ്ടബുദ്ധ്യാ കൃതാർത്ഥനായേനഹം. ശ്രീപതി രാഘവൻ വന്ദിച്ചു സാദരം താപസശ്രേഷ്ഠനോടേവമരുൾ ചെയ്തു. ക്ഷത്രബന്ധുക്കളായുള്ളോരു ഞങ്ങളെ ചിത്തമോദത്തോടനുഗ്രഹിക്കണമേ.
ഇദ്ധമന്യോന്യമാം ഇദ്ധമന്യോന്യമാഭാഷണവും ചെയ്തു തത്ര കഴിഞ്ഞിതു രാത്രി മുനിയുമായി. വാൽമീകിയാശ്രമ പ്രവേശം. ഉത്ഥാനവും ചെയ്തുഷസി മുനിവരപുത്രരായുള്ള കുമാരകന്മാരുമായി ഉത്തമയായ കാളിന്ദീ നദിയെയും ഉത്തീര്യ താപസാദിഷ്ടമാർഗേണ പോയി ചിത്രകൂടാദ്രിയെ പ്രാപിച്ചിതു ജവാൽ. തത്ര വാൽമീകി തന്നാശ്രമം നിർമ്മലം. നാനാമുനികുലസങ്കുലം കേവലം നാനാമൃഗദ്വിജാകീർണം മനോഹരം ഉത്തമവൃക്ഷലതാ പരിശോഭിതം നിത്യകുസുമ ഫലദല സംയുതം. തത്ര ഗത്വാ സമാസീനം മുനികുലസത്തമം ദൃഷ്ട്വാ നമസ്കരിച്ചിടിനാൻ. രാമം രമാവരം വീരം മനോഹരം കോമളം ശ്യാമളം കാമദം മോഹനം കന്ദർപ്പസുന്ദരം ഇന്ദീവരേക്ഷണം ഇന്ദ്രാദിവൃന്ദാരകൈരഭിവന്ദിതം വണതൂണീരധനുർധരം വിഷ്ടപത്രാണനിപുണം ജടാമകുടോജ്വലം ജാനകീലക്ഷ്മണോ വേദം രഘൂത്തമം മാനവേന്ദ്രം കണ്ട് വാൽമീകിയും തദാ സന്തോഷബാഷ്പാകുലാക്ഷനായി രാഘവൻ തൻ തിരുമേനി ഗാഠം പുണർന്നിടിനാൻ. നാരായണം പരമാനന്ദ വിഗ്രഹം കാരുണ്യപീയൂഷസാഗരം മാനുഷം പൂജയിത്വാ ജഗത്പൂജ്യം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രശേഖരം ഭക്തിപൂണ്ടർഘ്യപാദ്യാദികൾ കൊണ്ടഥ മുക്തിപ്രദനായ നാഥനുസാദരം പക്വമധുരമധുഫലമൂലങ്ങളൊക്കെ നിവേദിച്ചു ഭോജനാർത്ഥം മുതാ ഭുക്ത്വാ പരിശ്രമം തീർത്തു രഘുവരൻ നത്വാ മുനിവരൻ തന്നോടരുൾ ചെയ്തു. താതാജ്ഞയാവനത്തിനു പുറപ്പെട്ടു സോദരനോടും ജനകാത്മജയോടും ഹേതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ വേദാന്തിനാം ഭവതാമറിയാമല്ലോ. യാതൊരേടത്തു സുഖേന വസിക്കാവൂ സീതയോടും കൂടിയൻ അരുൾ ചെയ്യണം ഇദ്ദിക്കിലൊട്ടുകാലം വസിച്ചിടുവാൻ ചിത്തേ പെരികയുണ്ടാശ മഹാമുനി. ഇങ്ങനെയുള്ള ദിവ്യന്മാരിരിക്കുന്ന മംഗലദേശങ്ങൾ മുഖ്യവാസോചിതം എന്നതു കേട്ടു വാൽമീകി മഹാമുനി മന്ദസ്മിതം ചെയ്തിവൻ അമരുൾ ചെയ്തു. സർവലോകങ്ങളും നിങ്കൽ വസിക്കുന്നു സർവലോകേഷു നീയും വസിച്ചിടുന്നു. ഇങ്ങനെ സാധാരണം നിവാസസ്ഥലമങ്ങനെയാകയാലെന്തു ചൊല്ലാവതും സീതാസഹിതനായി വാഴുവാളിന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം
സൗഖ്യേന തേ വസിപ്പാനുള്ള മന്ദിരമാഖ്യ വിശേഷേണ ചൊല്ലുന്നതുണ്ടു ഞാൻ. സന്തുഷ്ടരായി സമസൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർ തമ്മുടസ്വാന്തം നിനക്കു സുഖവാസമന്ദിരം. നിത്യധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭക്ത്യാ ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാനിരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം. നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർദ്വന്ദ്വരായി നിസ്പൃഹരായി നിരീഹരായി തൊന്മന്ത്രജാപകരായുള്ള മാനുഷർത്തൻ മനപ്പങ്കജം തേ സുഖമന്ദിരം. ശാന്തന്മാരായി നിരഹങ്കാരികളുമായി ശാന്തരാഗദ്വേഷമാനസന്മാരുമായി ലോഷ്ടാശ്മകാഞ്ചനതുല്യമതികളാം ശ്രേഷ്ഠമതികൾ മനസ്തവ മന്ദിരം. നിങ്കൽ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്കലേ ദത്തമായോടു മനസ്സൊടു സന്തുഷ്ടരായി മരുവുന്നവർ മാനസം സന്തതം തേ സുഖവാസായ മന്ദിരം. ഷഡ്ഭാവഭേദ വികാരങ്ങളൊക്കെയും ഉൾപ്പൂവിലോർക്കിലോ ദേഹത്തിനേയുള്ളൂ. ശുത്രിഭയ സുഖദുഃഖാദി സർവവും ചിത്തേ വിചാരിക്കിലാത്മാവിനില്ലേതും. ഇത്തമുറച്ചു ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം. യാതൊരുത്തൻ ഭവന്തം പരം ചിത്ഖനം വേദസ്വരൂപമനന്തമേകം സദാ വേദാന്തവേദ്യമാദ്യം ജഗത്കാരണം നാദാന്തരൂപം പരബ്രഹ്മമച്യുതം. സർവഗുഹാശയസ്തം സമസ്താധാരം സർവഗതം പരാത്മാനമലേപകം വാസുദേവം വരദം വരേണ്യം ജഗദ്വാസിനാമാത്മനാ കാണുന്നതും സദാ. തസ്യ ചിത്തേ ജനകാത്മജയാ സമം നിസ്സംശയം വസിച്ചിടുക ശ്രീപതേ. സന്തതാഭ്യാസ ദൃഢീകൃതചേതസാം സന്തതം ത്വൽപാദസേവാരതാത്മനാം സന്തതം ത്വന്നാമമന്ത്ര ജപശുചി സന്തോഷചേതസാം ഭക്തിദ്രവാത്മനാം അന്തർഗതനായി വസിക്ക നീ സീതയാ ചിന്തിത ചിന്താമണേ ദയാവാരിധേ. വാൽമീകിയുടെ ആത്മകഥ. കർണാമൃതം തവ നാമമാഹാത്മ്യമോ വർണ്ണിപ്പതിന്നാർക്കുമാവതുമല്ലോ. ചിന്മയനായ നിൻ നാമമഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞിതു ഞാനടോ. ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാ നിർമര്യാദങ്ങൾ ചെയ്തേൻ പലതരം. ജന്മമാത്ര ദ്വിജത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ വെടിഞ്ഞു ഞാൻ
ശൂദ്രസമാചാര തൽപരനായോരു ശൂദ്രതരുണിയുമായി വസിച്ചേൻ ചിരം. പുത്രരെയും വളരെ ജനിപ്പിച്ചിതു നിസ്ത്രപം ചോരന്മാരോടുകൂടെ ചേർന്നു നിത്യവും ചോരനായി വില്ലുമമ്പും ധരിച്ചെത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ. എത്ര വസ്തു പറിച്ചേൻ ദ്വിജന്മാരോടുമത്ര മുനീന്ദ്രവനത്തിൽ നിന്നേകദാ സപ്തമുനികൾ വരുന്നതു കണ്ടു ഞാൻ തത്ര വേഗേന ചെന്നേൻ മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ മൂഢരായി. മധ്യാഹ്നമാർത്താണ്ഡ തേജസ്വരൂപികൾ നിർദ്ദയം പ്രാപ്തനാം ദുഷ്ടനാമെന്നെയും വിദ്രുതം നിർജ്ജനേ ഘോരമഹാവനേ ദൃഷ്ട്വാ സസംഭ്രമമെന്നോടരുൾ ചെയ്തു തിഷ്ഠ തിഷ്ഠ ത്വയാ കർത്തവ്യമത്ര കിം. ദുഷ്ടമതേ പരമാർത്ഥം പറകന്ന ദുഷ്ട്യാ മുനിവരന്മാരരുൾ ചെയ്തപ്പോൾ നിഷ്ഠുരാത്മാവായ ഞാനും അവർകളോടിഷ്ടം മദീയം പറഞ്ഞേൻ നൃപാത്മജ. പുത്രധാരാദികളുണ്ടെനിക്കെത്രയും ക്ഷുത്രിൽ പ്രപീഡിതന്മാരായിരിക്കുന്നു. വൃത്തി കഴിപ്പാൻ വഴിപോക്കരോടു ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു. നിങ്ങളോടും ഗ്രഹിച്ചിടേണമേതാനുമിങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ. ചൊന്നാർ മുനിവരന്മാരതു കെട്ടുടൻ എന്നോട് മന്ദസ്മിതം ചെയ്തു സാദരം. എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നതു കേൾക്കണം. നിൻ കുടുംബത്തോടു ചെന്നു ചോദിക്ക നീ. നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ എന്നു നീ ചെന്നു ചോദിച്ചു വരുവോളം നിന്നീടുമത്രൈവ ഞങ്ങൾ നിസംശയം. ഇത്തമാകർണ്യ ഞാൻ വീണ്ടുപോയി ചെന്ന് മൽപുത്രധാരാദികളോടു ചോദ്യം ചെയ്തേൻ. ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചുകൊള്ളുന്നു ദിനം പ്രതി. തൽഫലമൊട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ? മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു. സത്യം പറയണമെന്ന് ഞാൻ ചൊന്നതിനുത്തരമായവരെന്നോടു ചൊല്ലിനാ. നിത്യവും ചെയ്യുന്ന കർമ്മഗുണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ? താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. ഞാനും അതു കേട്ടു ജാത നിർവേദനായി മാനസേ ചിന്തിച്ചു ചിന്തിച്ചോരോതരം താപസന്മാർ നിന്നരുളുന്ന ദിക്കിനു താവേന ചെന്നു നമസ്കരിച്ചിടിനാൻ. നിത്യതബോധന സംഗമഹേതുനാ ശുദ്ധമായി വന്നിതൻ അന്തഃകരണവും ത്യക്താ ധനുഷരാദ്യങ്ങളും പുരഞ്ഞാൻ ഭക്ത്യാ നമസ്കരിച്ചേൻ പാദസന്നിധൗ. ദുർഗതി സാഗരേ മഗ്നനായി വീഴുവാൻ
നിർഗമിച്ചിടുമെന്നെ കരുണാത്മനാ രക്ഷിച്ചു കൊള്ളേണമേ. ശരണാഗത രക്ഷണം ഭൂഷണമല്ലോ മഹാത്മനാം. സ്പഷ്ടമിത്യുക്ത്വാ പതിതം പദാന്തികേ ദൃഷ്ട്വാ മുനിവരന്മാരുമരുൾ ചെയ്തു. ഉത്തിഷ്ഠ ഭദ്രമുത്തിഷ്ഠതേ സന്തതം സ്വസ്ത്യസ്തു ചിത്തശുദ്ധി സദൈവസ്തു തേ. സദ്യ ഫലം വരും സജ്ജന സംഗമാദിദ്വജ്ജനാനാം മഹത്വമേതാദൃശം. ഇന്നു തന്നെ തരുന്നുണ്ടൊരുപദേശമെന്നാൽ നിനക്കതിനാലേ ഗതി വരും. അന്യോന്യമാലോകനം ചെയ്തു മാനസേ ധന്യതബോധനന്മാരും വിചാരിച്ചു. ദുർവൃത്തനേറ്റം ദ്വിജാധമനാമിവൻ ദിവ്യജനത്താലുപേക്ഷ്യനെന്നാകിലും രക്ഷേതി ശരണം ഗമിച്ചവൻ രക്ഷണീയൻ പ്രയത്നേന ദുഷ്ടോപി വാ. മോക്ഷമാർഗോപദേശേന രക്ഷിക്കണം സാക്ഷാൽ പരബ്രഹ്മബോധപ്രദാനേന. ഇദ്ധമുക്ത്വാ രാമനാമവർണ്ണദ്വയം വ്യത്യസ്തവർണ്ണരൂപേണ ചൊല്ലിത്തന്നാർ. നിത്യം മരാമരേത്യേവം ജപിക്ക നീ ചിത്തമേകാഗ്രമാക്കിക്കൊണ്ടനാരദം. ഞങ്ങളിങ്ങോട്ടു വരുവോളവും പുനരിങ്ങനെ തന്നെ ജപിച്ചിരുന്നിടു നീ. ഇദ്ധമനുഗ്രഹം തദ്വാ മുനീന്ദ്രന്മാർ സത്വരം ദിവ്യപഥാഗമിച്ചിടിനാൻ. നത്വാമരേതി ജപിച്ചിരുന്നേനഹം ഭക്ത്യാ സഹസ്രയുഗം കഴിവോളവും പുറ്റുകൊണ്ടെന്നുടൽ മൂടിച്ചമഞ്ഞിതു മുറ്റും മറഞ്ഞു ചമഞ്ഞിതു ബാഹ്യവും. തപസേന്ദ്രന്മാരുമന്നെഴുന്നള്ളിനാർ ഗോപതിമാരുദയം ചെയ്തതുപോലെ നിഷ്ക്രമിച്ചിടന്നു ചൊന്നതു കേട്ടു ഞാൻ നിർഗമിച്ചിടിനേനാശുനാദരാൽ. വാൽമീകമധ്യതോ നിന്നു ജനിക്കയാൽ അമുനീന്ദ്രന്മാർ അഭിധാനവും ചെയ്താർ. വാൽമീകിയാം മുനിശ്രേഷ്ഠൻ ഭവാൻ ബഹുലാംനായ വേദിയായി ബ്രഹ്മജ്ഞനാഗനീ എന്നരുൾ ചെയ്തെഴുന്നള്ളി മുനികളും അന്നു തുടങ്ങി ഞാനിങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി. രാമ ഞാനിങ്ങനെയായി ചമഞ്ഞിടിനേൻ. ഇന്നു സീതാസുമിത്രാത്മജന്മാരോടും നിന്നെ മുതാ കാൺമതിന്നവകാശവും വന്നിതെനിക്കു പുനം ചെയ്ത പുണ്യവും നന്നായി ഫലിച്ചു കരുണാജലനിധേ. രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷാ കാണായ മൂലം വിമുക്തനായേനഹം ത്രാണനിപുണ ത്രിദശകുലപതേ. ചിത്രകൂട പ്രവേശം. സീതയാ സാർദ്ധം വസിപ്പതിനായൊരു മോദകരസ്ഥലം കാട്ടിത്തരുവൻ ഞാൻ പോന്നാലുമെന്നെഴുന്നള്ളിനാൻ അന്തികേ ചേർന്നുള്ള
ശിഷ്യപരിവൃതനാം മുനി ചിത്രകൂടാചലഗംഗയോരന്തരാ ചിത്രമായോരുടജം തീർത്തുമാമുനി തെക്കുവടക്കും കിഴക്കു പടിഞ്ഞാറും അക്ഷിവിമോഹനമായി രണ്ടു ശാലയും നിർമ്മിച്ചവിടയിരിക്കെന്നരുൾ ചെയ്തു. മന്മഥതുല്യൻ ജനകജ തന്നോടും നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മനാ മരുവീടിനാൻ. രാമനും വാൽമീകിയാൽ നിത്യപൂജിതനായി സദാ കാമ്യാംഗിയായുള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരമാനന്ദമുൾക്കൊണ്ടുമേവിനാൻ. ദേവമുനിവരസേവിതനായൊരു ദേവരാജൻ ദിവി വാഴുന്നതുപോലെ. ദശരഥന്റെ ചരമഗതി. മന്ത്രിപ്രവരനാം സുമന്ത്രരുമേറിയോരന്തശുച ചെന്നയോധ്യബുക്കീടിനാൻ. വസ്ത്രേണ വക്ത്രവും ആച്ഛാദ്യ കണ്ണുനീരത്യർത്ഥമിറ്റിറ്റു വീണും തുടച്ചുമത്തേരും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്നു ധീരതയോടു നൃപനേ വണങ്ങിനാൻ. ധാത്രീപദേ ജയ വീരമൗലേ ജയ ശാസ്ത്രമതേ ജയ ശൗര്യാംബുധേ ജയ കീർത്തിനിധേ ജയ സ്വാമിൻ ജയ ജയ മാർത്താണ്ഡഗോത്രജാതോത്തം സമേ ജയ. ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോടാശു ചോദിച്ചു നൃപോത്തമൻ. സോദരനോടും ജനകാത്മജയോടും ഏതൊരു ദിക്കിലിരിക്കുന്നു രാഘവൻ. നിർലജ്ജനായതി പാപിയാം എന്നോടു ചൊല്ലുവാൻ എന്തോന്നു ചൊല്ലിയതെന്നുടെ ലക്ഷ്മണനെന്തു പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മി സമയായ ജാനകീദേവിയും. ആരാമ ആ ഗുണവാരിധേ ലക്ഷ്മണ വാരിജലോചനേ ബാലേ മിഥിലജേ. ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമെന്നരികത്തിരുപ്പാനും മക്കളെയും കണ്ടെനിക്കു മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും. യുദ്ധം പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനോട് ഉൾത്താപമോടുര ചെയ്തു സുമന്ത്രരും. ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയേൻ തവാജ്ഞയാ. ശൃംഗിവേരാഖ്യപുരസവിധേ ചെന്ന് ഗംഗാതടേ വസിച്ചിടും ദശാന്തരേ കണ്ടു തൊഴുതിതു ശൃംഗിവേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ മൂലഫലാദികൾ. തൃക്കൈകൾ കൊണ്ടതു തൊട്ടു പരിഗ്രഹിച്ച കുമാരന്മാർ ജടയും ധരിച്ചിതു. പിന്നെ രഘൂത്തമനോടു ചൊല്ലിനാൻ എന്നെ നിരൂപിച്ചു ദുഃഖിയായി കാരുമേ ചൊല്ലേണമെന്നുടെ താതനോടും ബലാൽ അല്ലലുള്ളത്തിലുണ്ടാകാതിരിക്കണം.
സൗഖ്യമയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും. മാതാവിനും നമസ്കാരം, വിശേഷിച്ചു ഖേദമെന്നെ കുറിച്ചുണ്ടാകരുതേതും. പിന്നെയും പിന്നെയും ചൊൽക, പിതാവതി ഖിന്നനായി വാർദ്ധക്യ പീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിയിടണം. ജാനകിയും തൊഴുതെന്നോടു ചൊല്ലിനാൾ, ആനനപത്മവും താഴ്ത്തി മന്ദം മന്ദം. അശ്രുഗണങ്ങളും വാർത്തു സഗദ്ഗതം ശുശ്രുപാദേഷു സാഷ്ടാംഗം നമസ്കാരം. തോണികരേറി ഗുഹനോടുകൂടവേ പ്രാണവിയോഗേന നിന്നേനടിയനും. അക്കരച്ചെന്നിറങ്ങിപ്പോയി മറവോളം, ഇക്കര നിന്നു ശവശരീരം പോലെ. 4-5 നാഴിക ചെന്നവാറേ ധൈര്യമാലംബ്യ മന്ദം നിവൃത്തനായിടിനാൻ. തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൾ, ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം. ഇഷ്ടയായോരു കൈകേയിക്കു രാജ്യമോ തുഷ്ടനായി നൽകിയാൽ പോരാതിരുന്നിതോ. മൽപുത്രനെ കാനനാന്തേ കളവതിനി പാപി എന്തു പിഴച്ചിതു ദൈവമേ. ഏവമെല്ലാം വരുത്തിത്തനിയേ പരിദേവനം ചെയ്വതിനെന്തൊരു കാരണം. ഭൂപതി കൗസല്യ ചൊന്നോരു വാക്കുകൾ തവേന കേട്ടു മന്ദം പറഞ്ഞിടിനാൻ. പുണ്ണിലൊരു കൊള്ളി വയ്ക്കുന്നതുപോലെ പുണ്യമില്ലാതെ മാം ഖേദിപ്പിയായ നീ. ദുഃഖമുൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങുമൻ ഉൾക്കാമ്പുരുക്കിച്ചമയ്ക്കായിക വല്ലഭേ. പ്രാണപ്രയാണമടുത്തു തപോധനൻ പ്രാണവിയോഗേന ശപിച്ചതു കാരണം. കേൾക്ക നീ ശാപപ്രകാരം മനോഹരേ. സാക്ഷാൽ തപസ്വികൾ ഈശ്വരന്മാരല്ലോ. അർദ്ധരാത്രൗ ശരജാലവും ചാപവും ഹസ്തേ ധരിച്ചു മൃഗയാ വിവശനായി. വാഹിനീ തീരെ വനാന്തരേ മാനസമോഹേന നിൽക്കുന്ന നേരം ഒരു മുനി ദഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോടിരുട്ടത്തു പുറപ്പെട്ടു. കുംഭവും കൊണ്ടു നീർകോരുവാൻ വന്നവൻ കുംഭേന വെള്ളമൻപോടു മുക്കും വിധൗ. കുംഭത്തിൽ നീരകമ്പുക്ക ശബ്ദം കേട്ട് കുംഭി തുമ്പിക്കൈലംഭോഗതമിതി ചിന്തിച്ചുടൻ നാദഭേദിനം സായകം സന്ധായ ചാപേ ദൃഢമയച്ചീടിനേൻ. ഹാഹാഹതോസ്മ്യഹം ഹാഹാഹതോസ്മ്യഹം ഹാഹേതി കേട്ടിതു മാനുഷവാക്യവും. ഞാനൊരു ദോഷമാരോടുമേ ചെയ്തീല കേനവാഹന്ത ഹതോഹം വിധേ വൃഥാ. പാർത്തിരിക്കും ഇതു മാതാപിതാക്കന്മാർ ആർത്തി കൈക്കൊണ്ടു
തണ്ണീർക്കുദാഹിക്കയാൽ. ഇത്തരം മർത്യനാദം കേട്ടു ഞാനതിത്രസ്തനായി തത്ര ചെന്നത്തലോടും തഥാ. താപസബാലകൻ പാദങ്ങളിൽ വീണു തപേന ചൊന്നേൻ മുനിസുതനോടു ഞാൻ. സ്വാമിൻ ദശരഥനായ രാജാവു ഞാൻ, മാമപരാധിനം രക്ഷിക്ക വേണമേ. ഞാനറിയാതെ മൃഗയാവിവശനായി ആന തണ്ണീർ കുടിക്കും നാദമെന്നോർത്തു ബാണമൈതേനതിപ്പാപിയായോരു ഞാൻ പ്രാണൻ കളയുന്നതുണ്ടിനി വൈകാതെ. പാദങ്ങളിൽ വീണു കേണീടുമെന്നോട് ഖേദം കലർന്നു ചൊന്നാൻ മുനിബാലകൻ. കർമ്മമത്രേ തടുക്കാവതല്ലാർക്കുമേ, ബ്രഹ്മഹത്യാ പാപമുണ്ടാകയില്ലതേ. വൈശ്യനത്രേ ഞാൻ, മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീ ഏതുമേ വൈകാതെ. വാർദ്ധക്യമേറി ജരാനരയും പൂണ്ട് നേത്രവും കാണാതെ പാർത്തിരുന്നീടുന്നു. ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങു ചെല്ലുവാൻ, ദാഹം കെടുക്ക നീ തണ്ണീർ കൊടുത്തിനി. വൃത്താന്തമെല്ലാം അവരോടറിയിക്ക, സത്യമെന്നാൽ അവർ നിന്നെയും രക്ഷിക്കും. എന്നുടെ താതനു കോപമുണ്ടാകിരോ, നിന്നെയും ഭസ്മമാക്കിയിടുമറിയ നീ. പ്രാണങ്ങൾ പോകാഞ്ഞു പീഡയുണ്ടേറ്റവും, ബാണം പറിക്ക നീ വൈകരുതേതുമേ. എന്നതു കേട്ടു ശല്യോദ്ധരണം ചെയ്തു, പിന്നെ സജലം കലശവും കൈക്കൊണ്ടു ദമ്പതിമാരിയ്ക്കും അവിടേക്കതിസംഭ്രമത്തോടു ഞാൻ ചൊല്ലും ദശാന്തരേ. വൃദ്ധതയോടു നേത്രങ്ങളും വേറുപെട്ടർദ്ധരാത്രിക്കു വിശന്നുദാഹിച്ചഹോ, വർത്തിക്കുമെങ്ങൾക്കു തണ്ണീർക്കു പോയോരു പുത്രനുമിന്നു മറന്നുകളഞ്ഞിതോ. മറ്റില്ലൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും, മുറ്റും ഭവാനൊഴിഞ്ഞെന്തു വൈകിടുവാ. ഭക്തിമാനേറ്റവും മുന്നമെല്ലാമതി സ്വസ്ഥനായി വന്നിതോ നീ കുമാരാബലാൽ. ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധൗ മൽപാദവിന്യാസജധ്വനി കേൾക്കായി. കൽപ്പെരുമാറ്റം മതീയം തഥാ കേട്ട് താൽപര്യമോടു പറഞ്ഞു ജനകനും. വൈകുവാനെന്തു മൂലം മമനന്ദന വേഗേന തണ്ണീർ തരിക നീ സാദരം. ഇദ്ധമാകർണ്യ ഞാൻ ദമ്പതിമാർ പദം ഭക്ത്യാ നമസ്കരിച്ചെത്രയും ധീതനായി. വൃത്താന്തമെല്ലാം അറിയിച്ചിതന്നേരം, പുത്രനല്ല അയോധ്യാധിപനാകിയ പൃഥ്വീവരൻ ഞാൻ ദശരഥനെന്നു പേർ. രാത്രൗ വനാന്തേ മൃഗയാവിവശനായി ശാർദൂല മുഖ്യ മൃഗങ്ങളെയും കൊന്ന് പാർത്തിരുന്നേൻ നദീതീരേ മൃഗാശയ. കുംഭത്തിൽ നീരകം ബുക്ക ശബ്ദം കേട്ട് കുംഭീവരനായ
ശ്രീവരൻ നിജതുമ്പിക്കരം തന്നിലംബസ്സുകൊള്ളുന്ന ശബ്ദമെന്നോർക്കയാൽ അമ്പയച്ചേനറിയാതയതുമ്പലാൽ പുത്രനു കൊണ്ട നേരത്തു കരച്ചിൽ കേട്ടത്രയും ഭീതനായി തത്ര ചെന്നിടിനേൻ. ബാലനെ കണ്ടു നമസ്കരിച്ചേനതുമൂലം അവനും എന്നോടു ചൊല്ലിടിനാൻ. കർമ്മമാത്രേ മമ വന്നതിത് തവ ബ്രഹ്മഹത്യാ പാപമുണ്ടാകയില്ലതേ. കണ്ണും പൊടിഞ്ഞു വയസ്സുമേറപ്പുക്ക് പർണശാലയെ വിശന്നുദാഹത്തോടും എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്കു തണ്ണീർ കൊടുക്കയെന്നോടു ചൊല്ലിനാൻ. ഞാനതു കേട്ടുഴറ്റോടു വന്നേനിനി ജ്ഞാനികളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം. ശ്രീപാദപങ്കജമെന്നിയേ മറ്റില്ല പാപിയായോരടിയന്നവലംബനം. ജന്തുവിഷയകൃപാവശന്മാരല്ലോ സന്തതം താപസപുങ്കവന്മാർ നിങ്ങൾ. യുദ്ധമാകർണ്യകരഞ്ഞു കരഞ്ഞവർ എത്രയും ദുഃഖം കലർന്നു ചൊല്ലിയിടിനാർ. പുത്രനെവിടെ കിടക്കുന്നിതു ഭവാൻ തത്രൈവ ഞങ്ങളെ കൊണ്ടുപോയിടണം. ഞാനതു കേട്ടവർ തമ്മയെടുത്തതി ദീനതയോടു മകനുടൽ കാട്ടിനേൻ. കഷ്ടമാഹന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ടുതലോടി തനയ ശരീരവും പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു. ഖിന്നതയോടവരെന്നോടു ചൊല്ലിനാർ. നീ ഇനി നല്ല ചിത ചമച്ചീടണം, തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ. തത്ര ഞാനും ചിതകുട്ടിനേനന്നേരം പുത്രേണ സാഗം പ്രവേശിച്ചവർകളും ദഗ്ധദേഹന്മാരുമായി ചെന്നു മൂവരും വൃത്രാരിലോകം ഗമിച്ചു വാണിടിനാർ. വൃദ്ധതബോധനന്നേരമെന്നോടു പുത്രശോകത്താൽ മരിക്കുന്നു ചൊല്ലിനാൻ. ശാപകാലം നമുക്കാഗതമായിതു താപസവാക്യം അസത്യമായും വരാ. മന്നവനേവം പറഞ്ഞു വിലാപിച്ചു പിന്നെയും പിന്നെയും കേണു തുടങ്ങിനാൻ. ഹാ രാമ പുത്ര ഹാ സീതേ ജനകജേ, ഹാ രാമ ലക്ഷ്മണ ഹാ ഗുണാംബുദേ. നിങ്ങളോടും പിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നതു കൈകേയി സംഭവം. രാജീവനേത്രനെ ചിന്തിച്ചു ചിന്തിച്ചു രാജാ ദശരഥൻ കുസുരാലയം